60 വർഷത്തെ പ്രയത്നം കൊണ്ട് നിർമ്മിച്ച വീട് താമസം തുടങ്ങും മുൻപേ തകർന്നതിന്റെ വേദനയിലാണ് വയനാട് ചൂരൽമല സ്കൂൾ റോഡിലെ വിനോദിനി. ഈ മാസം ഗൃഹപ്രവേശം നടത്താനിരിക്കെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഒരുപാട് സ്വപ്നമായിരുന്നു. ഒരുപാട് സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വീടായിരുന്നു. അത് പോയി. കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റിയ അമ്മയ്ക്ക് ക്യാമ്പ് വിട്ട് എവിടേക്ക് പോകണമെന്നറിയില്ല. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചാണ് ഒരു കൊച്ചു കൂര കെട്ടിയത്. ഒരു ദിവസം പോലും ആ വീട്ടിൽ കഴിഞ്ഞിട്ടില്ല. ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായും തകർന്നു. അങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട ഒരു വീട് കെട്ടി അതിൽ താമസിക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പൊട്ടൽ വന്ന് പോയത്. മഴയൊന്ന് കഴിഞ്ഞിട്ട് കയറി കൂടാ, മോടിയൊന്നും പിടിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ സാധാരണ ഒരു വീട് കെട്ടിട്ട് അതിൽ കയറി കൂടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പോയി പൊട്ടൽ വന്ന് അതുള്ളതും പോയി. ഇനി എസ്റ്റേറ്റിലും വീടില്ലാതെ അതും പോയി. ഞങ്ങൾ ഇരിക്കുന്ന വീടിൻ്റെ പകുതി ഭാഗം പോയി. തീർക്കാൻ വേണ്ടി കുറേ കടം വാങ്ങിച്ചിരുന്നു. കടമൊക്കെ പോട്ടെ വയ്ക്കുക, എന്നാലും ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും എസ്റ്റേറ്റിൽ നിന്ന് പിരിയാനുള്ള സമയമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീട്ടിലേക്ക് കയറി ഇരിക്കാനൊന്നും വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അത് പോയി, ഇല്ലാതായിപ്പോയി. എസ്റ്റേറ്റ് ജീവനക്കാരായിരുന്നു വിനോദിനിയും ഭർത്താവ് കൃഷ്ണനും. ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച പണവും ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത 1 ലക്ഷം രൂപയും വീടിനു വേണ്ടി ചെലവഴിച്ചു. ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പോകുമ്പോൾ നമുക്ക് കയറിക്കൂടാനുള്ള ഒരു കൂര വേണം. അതാണ് നമ്മളെ വരുന്നത്. വിനോദിനിയും ഭർത്താവും മക്കളുമടക്കം 5 പേർ ഉൾപ്പെട്ടതാണ് കുടുംബം. ഇവരിപ്പോൾ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് കഴിയുന്നത്. ഒരായുസിന്റെ മുഴുവൻ അധ്വാനം കൊണ്ട് നിർമ്മിച്ച കൊച്ചു കൂരയാണ് വിനോദിനിക്ക് നഷ്ടമായത്. ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് വിനോദിനി ആ കൂര നിർമ്മിച്ചത്. ഒരു ദിവസം പോലും ആ കൂരയിൽ കയറിക്കൂടാൻ വിനോദിനിക്കോ കുടുംബത്തിനോ സാധിച്ചില്ല. ഈ ഉരുൾപൊട്ടലിൽ വിനോദിനിയെ പോലെ നിരവധി പേർക്കാണ് വീടുകൾ നഷ്ടമായത്. വയനാട്ടിൽ നിന്നും ഷഹദ് റഹ്മാൻ, 24.